1969 മെയ് 22 കാലിഫോർണിയയിലെ സാന്റിയാഗോ എന്ന കുഞ്ഞു പട്ടണത്തിൽ ജനിച്ച മാർക്ക് ഗോഫനി എന്ന ബാലന് ഇരു കൈകളുമില്ലായിരുന്നു. അവൻ്റെ ബാല്യം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരാൽ തഴയപ്പെട്ടിരിക്കുന്നതായിരുന്നു. എങ്കിലും അവൻ്റെ അച്ഛനും അമ്മയും അവനെന്നും പ്രചോദനമായിരുന്നു. വഴിയരികിൽ നിന്നും കിട്ടിയ ഒരു ഗിറ്റാർ അവൻ്റെ ജീവിതം വഴിമാറ്റുകയായിരുന്നു. അച്ഛൻ അവനത് സമ്മാനമായി നൽകി. അവൻ വീടിനടുത്തുള്ള ഗിറ്റാർ വായിക്കാൻ അറിയുന്ന ഒരാളെ കണ്ടുപിടിക്കുകയും ആ കുഞ്ഞിലൂടെ അവൻ പതിയെ പതിയെ അവൻ്റെ ലോകം സൃഷ്ടിക്കുകയായിരുന്നു. മാർക്ക് അവൻ്റെതായ രീതികളിലൂടെ ഗിറ്റാർ വായിക്കാൻ തുടങ്ങി. ഒരുപാട് പ്രയാസപ്പെട്ടു. അതൊരു എളുപ്പമുള്ള വഴിയായിരുന്നില്ല. തളർന്നും വേദനിച്ചും ചോര വന്നും. കാരണം കൈകൾക്ക് പകരം കാലാണ് അവൻ ഉപയോഗിക്കുന്നത്. ആ കാലിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവൻ അനുഭവിച്ചു തന്നെയാണ് മുന്നോട്ട് പോയത്. എങ്കിലും അവൻ്റെ ഉള്ളിൽ ആ ഒരു തീക്ഷ്ണമായ അഗ്നി ഉണ്ടായിരുന്നു. അത് ആളിക്കത്തിക്കൊണ്ടേയിരുന്നു. എന്തെങ്കിലും ആവണം, എവിടെയെങ്കിലും എത്തണം, ഞാൻ വെറുതെ ജീവിച്ച് മരിക്കേണ്ട ഒരാളല്ല എന്നൊരു ചിന്ത മാർക്കിന് എപ്പോഴും ഉണ്ടായിരുന്നു. അത് അമേരിക്കയുടെ ഹൃദയത്തിൽ തന്നെ തൊട്ട ബിഗ് ടോ എന്ന ബാൻഡിലേക്കുള്ള ഒരു ചൈത്രയാത്രയായിരുന്നു. അങ്ങനെ ആ ബാൻഡിൻ്റെ ഫൗണ്ടർ ആവുകയും ശേഷം അതിൻ്റെ എല്ലാം ആവുകയും ലോകമെമ്പാടും പലയിടങ്ങളിലായി അവർ പ്രോഗ്രാം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ വൈകല്യങ്ങളെ വെല്ലുവിളിയാക്കി ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ചുറ്റിലുണ്ട്, നമുക്ക് തന്നെ അറിയാം. പക്ഷേ എല്ലാ കഴിവുകളും വെച്ചുകൊണ്ട്, എല്ലാ ഗുണങ്ങളും വെച്ചുകൊണ്ട്, എല്ലാ ശേഷികളും ഉണ്ടായിട്ട് കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന, ജീവിതം വഴിമുട്ടി എന്ന് ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നവർ നമുക്ക് ചുറ്റിലും ഇപ്പോഴുമുണ്ട്. നമ്മുടെ ഉള്ളിൽ നിധി പോലെ ഈശ്വരൻ കുഴിച്ചിട്ട ഒരു കഴിവ് അല്ലെങ്കിൽ പല കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. അതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പുറത്തേക്കെടുക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ ഒരൊറ്റ കഴിവ് മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ 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 മാറ്റങ്ങൾ സംഭവിക്കാനും വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറാനും. ചിന്തിക്കുക, വൈകല്യങ്ങളോ പ്രതിസന്ധികളോ തടസ്സങ്ങളോ ഒന്നിനും തടയാവുകയില്ല. നമ്മുടെ മനോഭാവം തന്നെയാണ് ഏറ്റവും പ്രധാനം. താങ്ക് യു.